അപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഏറ്റവും ടോപ്പിലായി കാണുന്ന ഈ ഒരു സെക്ഷനാണ് ഹെഡർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിലായി നമ്മുടെ ലോഗോ ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് കാറ്റഗറി ലിസ്റ്റ്, സോ സെർച്ച് ബാർ, അതേപോലെ തന്നെ കാർട്ട് ഐറ്റം, ഇവിടെ ലോഗിൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡർ പോർഷൻ. ഇപ്പോൾ ഹെഡർ എന്ന് വെച്ചാൽ അത് കോമ്പനന്റ് ആണ്. അപ്പോൾ റീയൂസേബിൾ കണ്ടന്റ് ആണ്, നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹെഡർ. അപ്പം അതിന് ഞാൻ ഒരു കോമ്പനന്റ് ആയി കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, കോമ്പനന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക നെക്സ്റ്റ് JSൽ? അപ്പം അതിനായി ഞാൻ എൻ്റെ ആപ്പ് ഫോൾഡറിൽ വേറൊരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യാം. അതാണ് _കോമ്പനന്റ്സ്. അപ്പോൾ ഈ ഒരു കോമ്പനന്റ്സ് ഫോൾഡറിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഹെഡർ എന്നുള്ള ഒരു കോമ്പനന്റ് കൂടി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ്? ഹെഡർ ഡോട്ട് JS അല്ല, JSX. ഓക്കെ, JSX. അപ്പോൾ എന്താണ് ഈ JSX എന്ന് പറയുമ്പോൾ JSX സ്റ്റാൻഡ്സ് ഫോർ ജാവാസ്ക്രിപ്റ്റ് XML. ഓക്കെ, JSX കൊണ്ട് നമുക്ക് റിയാക്ട് ലൈബ്രറിയിൽ HTML ഈസിയായി എഴുതാൻ പറ്റും. ഓക്കെ, നമുക്കൊരു ക്രിയേറ്റ് എലിമെന്റോ അല്ലെങ്കിൽ അപ്പെൻഡ് ചൈൽഡോ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റായി നമ്മുടെ റിയാക്റ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് HTML ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഈ JSX കൊണ്ടുള്ള യൂസ്. നോർമൽ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഡയറക്റ്റായി HTML ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഈ ഒരു JSXൽ നമുക്ക് എന്ത് ചെയ്യാം, HTMLനെ ഡയറക്റ്റായി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ ഞാൻ header.jsx എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്തിരുന്നു റിയാക്റ്റിന്റെ, അല്ലേ? അപ്പോൾ ആ ഒരു റിയാക്റ്റിന്റെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ചില ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോജക്റ്റിലേക്ക് ഈസിയായ ഒരു കോമ്പനന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് RFCE. RFCE എന്ന് അടിക്കുമ്പോൾ നമുക്ക് എന്തായി, ഒരു കോമ്പനന്റ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഈ ഒരു കോമ്പനന്റ് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു കോമ്പനന്റിനെ ഞാൻ എൻ്റെ ലേ ഔട്ടിൽ ഞാനിത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലേ ഔട്ടിൽ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അതായത് ബോഡി ടാഗ് ഉണ്ട്. ബോഡി ടാഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തുണ്ട്, ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, ആ ചിൽഡ്രന്റെ ടോപ്പിലായി ഞാൻ എന്ത് ചെയ്യും, ഹെഡർ കോമ്പനന്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ്, ക്യാപിറ്റൽ ഹെഡർ. കണ്ടില്ലേ, ഹെഡർ എന്ന് അടിക്കുമ്പോൾ കോമ്പനന്റ് ഹെഡർ എന്നുള്ള പാത്തിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ആവുന്നത്. എൻ്റർ. ഓക്കെ, പെർഫെക്റ്റ്. ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. npm run dev. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ലേ ഔട്ടിൽ ഹെഡർ എന്നുള്ള കോമ്പനന്റും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഹെഡർ എന്നുള്ളത് ഇവിടെയാണ്. ഇപ്പൊ ഹെഡർ 1 2 3 ഞാൻ അടിച്ചു കൊടുത്താൽ എന്താവും, അതവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ ഹെഡർ എന്നുള്ള കോമ്പനന്റ് ഇവിടെ ഇൻക്ലൂഡ് ആയി. പിന്നെ ഈ ചിൽഡ്രൻ എന്താണ്? ചിൽഡ്രൻ എന്ന് വെച്ചാൽ ബാക്കിയുള്ള, അതായത് നമ്മുടെ പേജ് .js ആയാലും പിന്നെ ഇതിൽ വരുന്ന റൗട്ട്സ് ഒക്കെ വരുന്നത് ഈ ചിൽഡ്രൻ എന്നുള്ള ഈ ഒരു പ്രോപ്പിനകത്താണ്, ഈ ഒരു പ്രോപ്പർട്ടിനകത്താണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. പിന്നെ ഈ ഒരു ഹെഡർ ഞാൻ ലേ ഔട്ടിൽ കൊടുക്കാനുള്ള കാരണം, ഈ ഒരു ഹെഡർ പോർഷൻ എന്താവും, ത്രൂ ഔട്ട് നമ്മളെ ആപ്ലിക്കേഷൻ ഈ ഒരു ഹെഡർ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ലേ ഔട്ടിൽ ഇട്ട് കൊടുത്തത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഹെഡറിലേക്ക് ആപ്പ് ഐക്കൺ ഇട്ട് കൊടുക്കാം. സോ ആ ഐക്കൺ എവിടെയാണ് കൊടുക്കുന്നത്, നമ്മുടെ പബ്ലിക് എന്നുള്ള ഫോൾഡറിലാണ്. നമ്മുടെ ആപ്ലിക്കേഷന്റെ ലോഗോ ഞാൻ പബ്ലിക് ഫോൾഡറിലേക്ക് ആഡ് ചെയ്തു. നമുക്ക് ഈ ഒരു ലോഗോ നമ്മുടെ ഹെഡറിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതെങ്ങനെയാണ്, അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ടെക്സ്റ്റ് ഞാൻ മാറ്റി, ഇനി എനിക്ക് ആ ഒരു ലോഗോ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ്, സോ ഇമേജ് ഫ്രം നെക്സ്റ്റ് ഇമേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇമേജ്. സോ എൻ്റർ അടിക്കുന്ന സമയത്ത് ടോപ്പിൽ നമുക്ക് നെക്സ്റ്റ് ഇമേജ് ഇമ്പോർട്ട് ആയി. അപ്പൊ ഈ ഒരു ഇമേജിൽ വരുന്ന ചില ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന് SRC എന്ന് പറയുമ്പോൾ ഏത് ഇമേജ് ആണ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, /logo.png. ഇനി എനിക്ക് ആൾട്ട് എന്ന് പറയുമ്പോൾ ഇൻ കേസ് ഇമേജ് ലോഡായില്ല എന്ന് കണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ആയിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. ലോഗോ വിഡ്ത്ത് എത്രയാ, വിഡ്ത്ത് ഈസ് ആൾമോസ്റ്റ് 150. What is the height? Height 100. ഇനി എനിക്ക് ഉള്ളത് കാറ്റഗറിയാണ്. കാറ്റഗറി കാണിക്കുന്ന സമയത്ത് എനിക്കൊരു ഐക്കണും അതേപോലെ തന്നെ തൊട്ടടുത്ത് കാറ്റഗറിയും എഴുതി കാണിക്കണം. ഷാഡ്സിയനകത്ത് വരുന്ന ഒരു സബ് ലൈബ്രറിയാണ് ലൂസിഡ് റിയാക്ട് എന്ന് പറയുന്നത്. ഗൂഗിളിൽ വെറുതെ ലൂസിഡ് എന്ന് അടിച്ചു കൊടുക്കാം. ലൂസിഡ് കണ്ടില്ലേ,
അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഐക്കൺസ് ഉണ്ട്. അപ്പോൾ ഈ ഐക്കൺസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈബ്രറി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇത് ഷാഡ്സിയനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ഡയറക്റ്റായി യൂസ് ചെയ്യാൻ പറ്റും. ഏതാണ് ഐക്കൺ? ഐക്കൺ ലേ ഔട്ട് ഗ്രിഡ് എന്ന് പറയുന്നത്. ലേ ഔട്ട് ഗ്രിഡ് ഫ്രം ലൂസിഡ് റിയാക്ട്, കണ്ടില്ലേ? അതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയി, സെൽഫ് ക്ലോസിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഐക്കൺ വന്നില്ലേ, ആ ഒരു കാറ്റഗറി എഴുതി വരാൻ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു H2 ടാഗ് എടുക്കും. ഓക്കെ, H2 ടാഗ്. സോ ഇതിനകത്ത് കാറ്റഗറിന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് എനിക്ക് ഒരു ഐക്കൺ എന്ത് ചെയ്യാം? H2 ടാഗിനകത്ത് തന്നെ ഞാൻ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ കാറ്റഗറിയും അതേപോലെ തന്നെ ഐക്കണും തൊട്ടടുത്തുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു 2 ഇമേജും അതേപോലെ തന്നെ കാറ്റഗറിനെയും ഒരു ഡിവിനകത്ത് ഞാൻ എന്ത് ചെയ്യും? റാപ്പ് ചെയ്യും. ഓക്കെ, ഒരു ഡിവ് ഉണ്ട്. അപ്പോൾ ഈ ഡിവിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? ഈ 2 ഇമേജും അതേപോലെ തന്നെ H2നെയും Ctrl+X അടിച്ചാൽ കട്ടാവും. സോ കട്ട് ചെയ്ത് ഈ ഡിവിനകത്ത് പേസ്റ്റ് ചെയ്യും. ഓക്കെ, Ctrl+V. ഇനി നമുക്ക് വേണ്ടത് സെർച്ച് ബാർ ആണ്. അപ്പൊ അതിനായി ഞാൻ എന്ത് ചെയ്യും? ഒരു ഡിവ് എടുക്കും. ഓക്കെ, ഡിവിനകത്ത് ഇൻപുട്ട് ബോക്സ് ഇട്ട് കൊടുക്കും. അപ്പോൾ സെർച്ച് എന്ന് പറയുമ്പോൾ അത് ഇൻപുട്ട് ബോക്സ് ആണ്. സോ ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഏതാണ്? ഇൻപുട്ട് ടൈപ്പ് ഈസ് ടെക്സ്റ്റ്. ഓക്കെ, പ്ലേസ് ഹോൾഡർ സെർച്ച്. നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സെർച്ച് ബാർ ആണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താണ്? കോളം വൈസ് ആയിട്ട്, അതായത് ടോപ്പ് ടു ബോട്ടം ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് അലൈൻ ചെയ്ത് സെറ്റപ്പ് ചെയ്യാം. ഈ എല്ലാ ഐറ്റംസും നമ്മുടെ ഈ ഒരു ഡിവിനകത്താണ് ഉള്ളത് അല്ലേ? അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം നമുക്ക് റോ വൈസ് ആണ് വേണ്ടത് അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു ഡിവിന് ഞാനൊരു ക്ലാസ് കൊടുക്കും. ക്ലാസ് എങ്ങനെ കൊടുക്കുക? ക്ലാസ് നെയിം. ക്ലാസ് നെയിം, വാട്ട് ഈസ് ക്ലാസ് നെയിം? ഇറ്റ്സ് ഫ്ലക്സ്. ഫ്ലക്സ് ആണ് അല്ലേ? ഫ്ലക്സ് കൊടുക്കുന്ന നേരം ഇതെന്തായി? റോ വൈസ് ആയി. അപ്പോൾ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഇത് ടൈൽവിൻ CSS കൊണ്ടാണ് ചെയ്യുന്നത്. ടൈൽവിൻ CSS ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ടൈൽവിൻ CSS നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. എന്താ വേണ്ടത്? ഫ്ലക്സ് ആയി. ഐറ്റംസ് ഒക്കെ സെന്റർ അലൈൻഡ് ആവണം. അപ്പോൾ ഐറ്റം സെന്റർ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഗ്യാപ്പ് കൊടുത്തു, ഗ്യാപ്പ് 8. പെർഫെക്റ്റ്. ഇനി കൊടുക്കാനുള്ളത് H2 ആണ്. H2. അപ്പോൾ H2ന് അതേപോലെ തന്നെ ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ക്ലാസ് നെയിം. ഈ ഒരു സംഭവം എനിക്ക് ഒറ്റ ലൈനിലായി വരണം. അപ്പോൾ അതെന്ത് ചെയ്യും? ഞാൻ ഫ്ലക്സ് ഇട്ട് കൊടുക്കും. ഫ്ലക്സ്. അതേപോലെ തന്നെ ഒരു ഇച്ചിരി ഗ്യാപ്പ് 2. ദെൻ ഐറ്റം സെന്റർ. ബോർഡറും ഇട്ട് കൊടുക്കും. ബോർഡർ. ദെൻ റൗണ്ടഡ് ഫുൾ. കൊടുത്ത ബോർഡർ ഫുള്ളായിട്ട് റൗണ്ടഡ് ആയി വരണം. സോ റൗണ്ടഡ്. എന്നിട്ട് ഇച്ചിരി പാഡിങ് കൂടി കൊടുക്കും. പാഡിങ് 2. ദെൻ പാഡിങ് ഓൺ X ഡിറക്ഷൻ എത്രയാണ്? 10. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ BG സ്ലേറ്റ് 200. പെർഫെക്റ്റ്. സെർച്ച് ബാറും അതേ രീതിയിൽ കൊടുക്കാം. ഓക്കെ, സെർച്ച് ബാർ എന്താണ്? ക്ലാസ് നെയിം, ഫ്ലക്സ്, ഗ്യാപ്പ് 3, ഐറ്റം സെന്റർ, border, rounded full, padding 2, padding on X direction 5. പെർഫെക്റ്റ്. കണ്ടില്ലേ? ഇവിടെ ഞാൻ സെർച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായി എനിക്കൊരു സെർച്ച് ഐക്കണും കൂടി വേണം. അപ്പോൾ അതെന്ത് ചെയ്യും? ഞാൻ ലൂസിഡ് റിയാക്റ്റിൽ ഉണ്ടോന്നോ? ഓക്കെ, ലൂസിഡ് റിയാക്റ്റിലുള്ള സെർച്ച് ഞാൻ ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഒരു സെർച്ച് ഐക്കണും കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ ഇത് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഒരു ബോക്സ് വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ആ ഒരു ബോക്സ് വേണ്ട, അത് ഔട്ട്ലൈൻ. അപ്പൊ അതിന് വേണമായിട്ട് ഞാൻ ഈ ഒരു ഇൻപുട്ട് ബോക്സിൽ ക്ലാസ് നെയിം ഔട്ട്ലൈൻ നൺ. ഓക്കെ, ഇറ്റ്സ് പെർഫെക്റ്റ്. ലോവർ ഡിവൈസിൽ എൻ്റെ സെർച്ച് ബാർ എന്താകുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഇതിനൊന്ന് റെസ്പോൺസീവ് ചെയ്യും. അതെങ്ങനെയാണ്? ലോവർ ഡിവൈസിൽ ഈ ഒരു സംഭവം ഹിഡൻ ആയിരിക്കണം. ഓക്കെ, ഹിഡൻ. മീഡിയം സൈസ് ഡിവൈസിൽ ഞാൻ കൊടുത്ത എല്ലാ ക്ലാസ്സസും അത് അപ്ലൈഡ് ആവും. ഓക്കെ, നൗ
ഇഫ് യു സി കണ്ടില്ലേ, മോർ ദാൻ മീഡിയം നമുക്ക് ആ ഒരു സെർച്ച് ബാർ വരുന്നുണ്ട്. അതേ സമയത്ത് ഇത് മൊബൈൽ സൈസിലേക്ക് പോകുമ്പോൾ ആ ഒരു സെർച്ച് ബാർ കാണുന്നില്ല. അതാണ് നമുക്ക് വേണ്ടത്. ഇനി എനിക്ക് വേണ്ടത് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ആ കാർട്ട് ഐക്കണും അതേപോലെ തന്നെ ലോഗിൻ ബട്ടണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡിവ് ഇവിടേക്ക് അവസാനിപ്പിച്ച് നെക്സ്റ്റ് വേറൊരു ഡിവ് ഇതിന്റെ താഴെ ഇട്ട് കൊടുക്കുന്നു, ഡിവ്. ഓക്കെ, അപ്പോൾ ഈ ഡിവിൽ എനിക്ക് വേണ്ടത് ഒന്ന് എൻ്റെ കാർട്ട് ഐറ്റമാണ്. സോ ഞാൻ എന്ത് ചെയ്യും, ഒരു H2 ടാഗ് ഇട്ട് കൊടുക്കും. H2 അതിനകത്ത് എനിക്ക് വേണ്ടത് ഒരു കാർട്ട് ഐക്കണാണ്. അപ്പോൾ അതിന് ഷോപ്പിംഗ് ബാഗ് എടുക്കാം. ഓക്കെ, ഷോപ്പിംഗ് ബാഗ് ഏകദേശം ഈ ഒരു നിലയിലാണുള്ളത്. ഓക്കെ, അതായത് തൊട്ടടുത്ത് ഞാൻ എത്രയാണ് എൻ്റെ കാർട്ട് ഐറ്റമിലുള്ള ഐറ്റംസ് കൗണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ലെറ്റ്സ് ടേക്ക് 0. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ലോഗിൻ ബട്ടൺ ആണ്. സോ നേരത്തെ ഞാൻ യൂസ് ചെയ്തതുപോലെ തന്നെ ബട്ടൺ എന്നുള്ള ഒരു കോമ്പനന്റ് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ബട്ടൺ, അതിനകത്ത് ലോഗിൻ എന്ന് എഴുതി കൊടുത്തു. ഓക്കെ, ലോഗിൻ, പെർഫെക്റ്റ്. ഇപ്പോൾ ഇത് കോളം വൈസ് ആണുള്ളത്. ഇതിനെ എനിക്ക് റോ വൈസ് ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ക്ലാസ് നെയിം ഇട്ട് കൊടുക്കും, ക്ലാസ് ഫ്ലെക്സ്. എന്നിട്ട് ഒരു ഗ്യാപ്പ് 5 ഐറ്റം സെന്റർ. ഇതിങ്ങനെ ഈ ഒരു കാർട്ട് ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഐക്കണും അതേപോലെ തന്നെ ഈ ഒരു നമ്പറും എന്താണ്, കോളം വൈസ് ആണുള്ളത്. സോ അതിന് വേണ്ടി അതിന് ഒരേ സെയിം ലൈനിലാക്കാൻ വേണ്ടി ഇവിടെയും ക്ലാസ് നെയിം ഫ്ലക്സ് ഗ്യാപ്പ് 2 ഐറ്റം സെന്റർ ടെക്സ്റ്റ് ലാർജ്. അപ്പോൾ ടെക്സ്റ്റ് ഇച്ചിരി ലാർജ് ആവും. ഓക്കെ, ഒറ്റ ലൈനിലാണുള്ളത്. ഈ ഒരു ഡിവ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിനെയാണ്. അതേപോലെ തന്നെ താഴത്തെ ഈ ഒരു ഡിവ് ഇവിടെയാണുള്ളത്. ഓക്കെ, ഇനി ഈ രണ്ട് ഡിവിനെയും എനിക്ക് ഒറ്റ ലൈനിലാക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ടോപ്പ് മോസ്റ്റ് ഡിവിന് ക്ലാസ് ഇട്ട് കൊടുക്കും. ക്ലാസ് എന്താണ്, ക്ലാസ് ഫ്ലക്സ്, ക്ലാസ് നെയിം ഫ്ലക്സ്. ഓക്കെ, ഒറ്റ ലൈനിലായി. പാഡിങ് ഇട്ട് കൊടുക്കും, പാഡിങ് ഓഫ് 5. പെർഫെക്റ്റ്. ദെൻ ഇച്ചിരി ഷാഡോ ഇട്ട് കൊടുക്കും, ഷാഡോ SM. ഇപ്പോൾ ഷാഡോ കാണാൻ പറ്റും, ഒരു ചെറുതായിട്ടൊരു ഷാഡോ ഉണ്ട്. SM-ന് പകരം MD ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി കൂടുതലാണ്. ബട്ട് ഐ വാണ്ട് SM, സ്മോൾ, ഷാഡോ സ്മോൾ. ജസ്റ്റിഫൈ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റിഫൈ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതായത് രണ്ട് ഡിവിന്റെ ബിറ്റ്വീനായി നമുക്കൊരു സ്പേസ് കിട്ടും. ഓക്കെ, അതാണ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ. ഓക്കെ, അപ്പം നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ കാറ്റഗറിയും എനിക്കൊരു പ്രശ്നമാണ് അല്ലേ, ഓവർലാപ്പ് ആവുന്നുണ്ട് കാർട്ട് ഐറ്റമും കാറ്റഗറിയും. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ലോവർ ഡിവൈസിൽ എനിക്ക് ഈ ഒരു കാറ്റഗറി ആവശ്യമില്ല. അതിന് വേണമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു H2 ടാഗിൽ സെയിം ലോജിക് ഇട്ട് കൊടുക്കും. അതായത് ഇത് ഹിഡൻ ആവണം. എവിടെ ഹിഡൻ ആവണം, ലോവർ ഡിവൈസിൽ ഹിഡൻ ആവണം. അല്ലാത്ത മീഡിയം ഡിവൈസിൽ, MD ഡിവൈസിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അപ്ലൈഡ് ആവണം എന്ന് ഞാൻ ഇട്ട് കൊടുക്കും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാറ്റഗറിയും സെർച്ച് ബാറും കിട്ടുന്നുണ്ട്. അതേ സമയത്ത് ലോവർ ഡിവൈസിൽ ആ രണ്ട് സംഭവങ്ങളും ഹിഡൻ ആവുന്നുണ്ട്. മീഡിയം ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാറ്റഗറി അല്ലേ, ഈ കാറ്റഗറി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാറ്റഗറി ഐറ്റംസ് കാണിക്കണം. ഓക്കെ, അതൊരു ഡ്രോപ്പ് ഡൗൺ മാതിരി എനിക്ക് കാണിക്കണം. അപ്പോൾ അതിനായി ഞാൻ എന്ത് ചെയ്യും, ഞാൻ നേരെ എൻ്റെ CNലേക്ക് പോകും. കോമ്പണൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോമ്പണൻസിൽ ഒന്നാണ് ഡ്രോപ്പ് ഡൗൺ മെനു എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് എനിക്ക് എൻ്റെ പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ആദ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്യും. പുതിയ ഒരു ടെർമിനൽ എടുക്കും. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, CNന്റെ താഴെ ഇവിടെ യൂസേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടിനെ കോപ്പി ചെയ്തിട്ട് നേരെ എൻ്റെ ഹെഡറിലേക്ക് വന്ന് എവിടെയാണോ ഇമ്പോർട്ട് ഉള്ളത് അതിന്റെ താഴെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതിന്റെ താഴെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ആ ഒരു യൂസേജും കൂടി ഞാൻ കോപ്പി ചെയ്തു. സോ ഈ ഒരു സംഭവം ഞാൻ എന്ത് ചെയ്യും, കാറ്റഗറിന്റെ തൊട്ട് മുകളിലായി ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, പെർഫെക്റ്റ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഓപ്പൺ എന്നുള്ള ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് ഇത് ഡ്രോപ്പ് ഡൗൺ ആയി കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്പൺ എന്നുള്ള സംഭവത്തിലാണ് എനിക്ക് ഈ ഒരു കാറ്റഗറി വേണ്ടത്.
അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ എന്നുള്ളതിന് ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്റർ പൊസിഷനിലായി എൻ്റെ ഈ ഒരു H2നെ പ്ലേസ് ചെയ്യും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി ഉണ്ട്. കാറ്റഗറി ക്ലിക്ക് ചെയ്താൽ എനിക്ക് എൻ്റെ ഡ്രോപ്പ് ഡൗൺ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, അതായത് ഈ ഒരു H2 ടാഗ് ഇട്ടത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു മെനു ട്രിഗർ എന്നുള്ള ഡ്രോപ്പ് ഡൗൺ മെനു ട്രിഗർ എന്നുള്ള ഈ ഒരു സംഭവം ഒരു ചൈൽഡായി കൺസിഡർ ചെയ്യേണ്ടി വരും ആസ് ചൈൽഡ്. ഓക്കെ, നൗ ദിസ് ഇസ് പെർഫെക്റ്റ്. നമ്മുടെ ഹെഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്.